ഒരു മുസൽമാനെ ദൈവമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. കേരള ചരിത്രത്തിലെ 19ാം നൂറ്റാണ്ടിലെ ഒരു വീരപുരുഷനും പാവങ്ങൾക്ക് പ്രിയപ്പെട്ടവനും എന്നാൽ ഒരു കള്ളനും ഒക്കെയായിരുന്ന കായംകുളം കൊച്ചുണ്ണി ഒരു ദൈവമായി കണ്ട് ആരാധിക്കുന്ന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലുള്ള ഇടപ്പാറ മലദേവർ ക്ഷേത്രം. ശബരിമലയിലെ സ്വാമി അയ്യപ്പനെയും വാവരെയും പോലെ തന്നെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇടപ്പാറ മലദേവർ ക്ഷേത്രവും കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ. നിവിൻ പോളി നായകനായ 2018 ഇറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ അവസാനത്തിൽ മോഹൻലാൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും സന്ദർശകർ എത്തിത്തുടങ്ങിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും 40 കിലോമീറ്റർ മാറി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലുള്ള ഈ ഗ്രാമവും തമ്മിൽ എന്ത് ബന്ധം എന്നൊരു സംശയം തോന്നാം. അതിന്റെ വിശ്വാസപരമായ ഐതിഹ്യം എന്ന് പറയുന്നത് തിരുവാറുമുള കിഴക്കേ നടയുടെ കാവൽക്കാരനും ദുശാസനന്റെ പ്രതിരൂപവുമായി വിശ്വസിക്കുന്ന ഇടപ്പാറ മലദേവരുടെ കാണപ്പെട്ട രൂപമാണ് കാവിലെ ഊരാളി. പേടിയും ബാധയും ഒക്കെ മാറ്റാനും പടയണി നടത്തി പ്രശ്നം വിധിയാക്കാനും ഒക്കെയായി ഊരാളി പല സ്ഥലങ്ങളിലും പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കായംകുളം ഭാഗത്ത് പടയണി കഴിഞ്ഞ് മടങ്ങി വരവെ വഴിയിലെ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് ഊരാളിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച കായംകുളം കൊച്ചുണ്ണിയെ ഊരാളി പരിചയപ്പെടുക വരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്തു. കൂടെ വന്നാൽ എന്തു തരും എന്നുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ മറുചോദ്യത്തിന് ഉത്തരമായി ഊരാളിയുടെ ഒരു വാഗ്ദാനമായിരുന്നു, എന്റെ നടയ്ക്ക് മുന്നിൽ ഇരുത്താമെന്നാണ്. ഇത് കേട്ട് കൂടെ പോയ കൊച്ചുണ്ണിയെ ഊരാളി മലദേവരുടെ മുൻപിലെ കാവിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ജനങ്ങളുടെയും സ്വത്തിന്റെയും സംരക്ഷകനും കാവൽക്കാരനുമാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ ക്ഷേത്രത്തിലെത്തി കൊച്ചുണ്ണിയുടെ നടയിൽ മെഴുകുതിരിയും വിളക്കും പട്ടും ഒക്കെ വെച്ച് ആരാധിക്കാറുണ്ട്. ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും എന്നാണ് വിശ്വാസം. മോഷണം പോയ വസ്തുക്കൾ കണ്ടെത്താനായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. പഴയ തിരുവിതാംകൂർ പ്രദേശത്ത് താമസിച്ചിരുന്ന കായംകുളം കൊച്ചുണ്ണി 1859 തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിലിൽ വെച്ച് മരിച്ചു എന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്തെ പേട്ട ജുമാ മസ്ജിദിലാണ് കൊച്ചുണ്ണിയുടെ ഖബർ എന്നാണ് അറിയാൻ സാധിച്ചത്. വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഈ സ്ഥലം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടം തന്നെയാണ്. ഭംഗിയുള്ള ചെറിയ ഗ്രാമങ്ങളും കാവും കനാലും മലകളും പാറക്കെട്ടും ഒക്കെ ചേർന്നൊരു മനോഹരമായ സ്ഥലമാണിത്. പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും ആറന്മുള നിന്നും ഏകദേശം 6 കിലോമീറ്ററും മാത്രം അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.